പാദം മതി എനിക്ക്. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയല്ല, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ആ മനുഷ്യൻ തന്നെ നമുക്ക് ഒടുവിൽ എതിരായിട്ട് വരികയും ചെയ്യും. ദ ബെസ്റ്റ് വേ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രം നോക്കിപ്പോകാനായിട്ട് നമുക്ക് കഴിയണം. രാജാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രവചിക്കുന്ന ആളുകൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിഖയാവിന്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴത്തേക്ക്, മിഖയാവ് രാജാവിന്റെ സന്നിധിയിൽ പ്രവചിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്താണ്, 400 പ്രവാചകന്മാര് ഓൾറെഡി രാജാവിന് ഇഷ്ടമുള്ള കാര്യം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല. രാജാവ് ആളയച്ച് വിളിപ്പിച്ചപ്പോൾ ആ വിളിക്കാൻ പോയവർ പറഞ്ഞത് 400 പേരും എന്താണ്, രാമോത്തിലേക്ക് നീ പൊക്കോ, അത് നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ വാക്കും അവരുടെ വാക്കോട് ഒത്തിരിക്കണം. പിന്നെന്തിനാ പ്രവചിക്കാൻ വിളിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ ആർക്ക് വേണ്ടി ആരോട് പ്രവചിക്കുന്നു അയാളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവചിക്കണമെന്ന്. റൈറ്റ്? പ്രവാചകൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ദൈവം പറയുന്നത് ഒഴികെ വേറൊന്നും പറയാൻ അവൻ അവകാശം ഇല്ല. അവൻ പറഞ്ഞു, എനിക്കത് പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യഹോശാഫാത്തും അഹാബും എല്ലാം കൂടെ ഇവിടെ ഇരിക്കുകയാണ്. അവർ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞു, ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ, പോക, നിനക്കത് ലഭിക്കും. അഹാബ് ചോദിക്കുകയാണ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവൻ എനിക്ക് ഒരിക്കലും ഗുണമായിട്ട് പ്രവചിക്കത്തില്ലെന്ന്. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ ഗുണമായിട്ട് പ്രവചിച്ചെന്നല്ല തോന്നത്തുള്ളൂ, ഇല്ലേ? എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു എന്തുവാ, രാമോത്തിലേക്ക് ചെല്ല്, നിനക്കത് കിട്ടും. മിഖയാവും പറയുന്നത് എന്താണ്, പോക, നിനക്കത് ലഭിക്കും. ഇത് ഞാനിത് ഇടയ്ക്ക് കയറി പറയുന്നൊരു കാര്യമാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ടോൺ മനസ്സിലാക്കി വായിക്കണം. അതിൻ്റെ ടോൺ ഡിഫറൻ്റാ. അതായത് നീ ചെന്നാ നിനക്ക് കിട്ടുമെന്നല്ല, ചെല്ല് നിനക്ക് കിട്ടും എന്നാ അവിടെ പറയുന്നത്. ശരിക്കും അതാണ് അതിൻ്റെ അർത്ഥം. ചെല്ല്, പോകാണ്ടിരിക്കില്ല, അങ്ങോട്ട് ചെല്ല്, നിനക്കിപ്പോൾ കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാ രാജാവ് പറയുന്നത്, കണ്ടോ ഇവൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് എപ്പോഴും ദോഷമായിട്ട് ഇവൻ പ്രവചിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പലപ്പോഴും ഈ എഴുതിയിരിക്കുന്ന വായിച്ചാൽ ടോൺ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ പ്രത്യേകത ഏതാണ്? ആ ടോൺ. അത് നമ്മൾ കാണുന്നത് 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിലാണ്. ഞാനത് അങ്ങോട്ട് പോകുന്നില്ല. നെഹെമ്യാവിന്റെ വരവ് ശത്രുവിന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ, ഞാൻ യെരൂശലേമിൽ എത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെയുള്ള ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ശത്രുവിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ദൈവത്തിന്റെ ദയയുള്ള കൈ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വരവ്, അവന്റെ ഉദയം ഒരിക്കലും ശത്രുവിന് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിയത്തില്ല? കാര്യം എന്റെ അവസാനമാണ്. ശത്രു ഭീതിതനാകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ശത്രു എതിർക്കുന്നതിന്റെ കാരണം അവൻ ഭീതിതനാണെന്നുള്ളതാണ്. അവന്റെ പേടിയിൽ നിന്നാണ്. നമ്മൾ പറയുമല്ലോ, പാമ്പിനെ ചവിട്ടുമ്പോഴാണ് കടിക്കുന്നു പറയുമല്ലേ, ഇല്ലേ? ഈ പിച്ചാത്തിയും കൊണ്ട് നടക്കുന്നവര് ധൈര്യമുള്ളവരാണെന്ന് ചിന്തിക്കരുത്. ധൈര്യമില്ലാത്തതുകൊണ്ട് അവൻ എന്തോ കൊണ്ട് നടക്കുന്നത്, പിച്ചാത്തി കൊണ്ട് നടക്കുന്നത്. ധൈര്യം ഉണ്ടായിരുന്ന പിച്ചാത്തി പേടിച്ചായി തല്ലുന്നതൊക്കെ, അല്ലാതെ ധൈര്യം കൊണ്ട് ചെയ്യുന്നതൊന്നും അല്ല. ഇതുപോലെ നമ്മളോടൊരു ശത്രു എതിർക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവൻ ഇനിയും അവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലായി. റെവലേഷൻ ചാപ്റ്റർ 12:12 വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പിശാച് അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, റീഡ് ഇറ്റ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തില്, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായിട്ടുള്ള ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ പിശാചിന്റെ ക്രോധത്തിന്റെ റീസൺ എന്താ? ഇനി അവൻ അല്പകാലമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ്, ഇല്ലേ? യേശുക്രിസ്തുവിന്റെ ദാസന്മാർക്കെതിരെ ശത്രുക്കൾ എത്രയും കൂടുതൽ പടവാള് ഓങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടി കൊണ്ടാ. എന്താണ് പേടി?
അവരുടെ കാലം കഴിയാറായെന്നുള്ള ഹൃദയത്തിന്റെ ഉള്ളിലെ തിരിച്ചറിവ് കൊണ്ടാണ് അവർ ഈ പീഡനങ്ങൾക്കെല്ലാം മുതിരുന്നത്. അല്ലാതെ നശിപ്പിക്കുക അല്ല, അവരുടെ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഇതെന്താണ്, അറ്റാക്ക് ചെയ്യുന്നെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് പേടിയാ. ഇനിയും വെറുതെ വിട്ടു കഴിഞ്ഞാൽ എന്താ, ഇത് ആകപ്പാടെ വിഴുങ്ങിക്കളയുമെന്നുള്ള ഒരു തിരിച്ചറിവാണ്. പിശാച് മഹാക്രോധത്തോടെ ഇറങ്ങി വരുന്നത് ഇനി അവന് കാലം അധികം ഇല്ല എന്നുള്ള തിരിച്ചറിവാണ്, അല്ലേ? അപ്പോൾ സൻബല്ലത്തും തോബിയാവിനെയും അവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് പ്രസാദിപ്പിച്ചേച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മതിൽ പണിയാനായിട്ട് പറ്റത്തില്ല. കാര്യം മതിൽ പണിത് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പ്രവേശനം കിട്ടത്തില്ലെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാം. എന്നാൽ എന്താണ് ദൈവം അവനോട് പറഞ്ഞിരിക്കുന്നെന്നുള്ളത് അതിന്റെ 12-ാം വാക്യത്തിൽ ഇവൻ ആരോടും പറയുന്നില്ല. ഞാനും എന്നോടും കൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു, എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ജനതയല്ല അവിടെ ഉള്ളത്. അവരുടെ ഹൃദയത്തിലും മനസ്സിലും എന്താണ്, ടോട്ടലി ഭീതിയാണ്. അവർ മോശക്കാരായിട്ടൊന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത നിലയിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു, വളരെ കഷ്ടതയിലായിരിക്കുന്നു. ഞാൻ ഇപ്രാവശ്യം ഋതങ്ക്യ എന്ന് പറയുന്ന ഞങ്ങളുടെ ചർച്ചിന്റെ ക്യാമ്പിൽ ചെന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം, അവരുടെ കത്തിച്ച വീടുകൾ കാണാൻ പോകണമെന്ന്. അപ്പം ഇതെങ്ങാണം അവിടെയുള്ള ഞങ്ങളുടെ പാസ്റ്ററോടോ മറ്റുള്ളവരോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല, അവർ ജന്മം ചെയ്താൽ എന്നെ പറഞ്ഞു വിടത്തില്ല. കാര്യം റിസ്ക് ടേക്കിംഗ് ആണ്, അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നറിയത്തില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹം. സോ ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പോയി തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, പോകാനായിട്ട് പറ്റാതെ വരും. അത് അവർ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. ദർശനം എപ്പോഴും പങ്കുവെക്കുന്നത് അത് മനസ്സിലാകുന്ന ആളുകളുമായിട്ടേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞ് അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡു വാട്ട് ഗാഡ് വാണ്ട്സ് യു ടു ഡു. നിന്നോട് ദൈവം എന്നാ ചെയ്യാൻ പറഞ്ഞെന്നുള്ളത് നീ അങ്ങ് ചെയ്യും. പിന്നെ ആരോട് ചോദിച്ചിട്ടാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അച്ഛാ ക്ഷമിക്കണം, ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയെന്നൊക്കെ പറഞ്ഞേക്കുക, ചിരിച്ചേക്കുക, അല്ലാതെ ഞാൻ. പക്ഷെ ചെയ്യാനുള്ളത് നേരത്തെ അങ്ങ് ചെയ്തോണം. അനുവാദം വാങ്ങിച്ചുകൊണ്ടൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊരു സഹോദരി ഭർത്താവ് അറിയാതെ പോയി സ്നാനപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബഹളം ഉണ്ട്. സഹോദരി പറഞ്ഞെന്ന് പറഞ്ഞേ, അച്ഛാ ഇനി സ്നാനപ്പെടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അച്ഛനോട് പറഞ്ഞിട്ടേ സ്നാനപ്പെടത്തുള്ളൂ. കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പൊ ക്ഷമിക്കണം, ഞാൻ പറയാൻ പറ്റിയില്ല, ഇനിയും സ്നാനപ്പെടുമ്പം അച്ഛനോട് പറഞ്ഞേച്ചേ സ്നാനപ്പെടുത്തുള്ളൂ. ഇപ്പൊ ദർശനം പങ്കുവെക്കുന്നത് എപ്പോഴും ആരോടായിരിക്കണം, അത് പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയുന്നവരോടായിരിക്കണം. എന്നാൽ അവൻ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്നത്, ഞാൻ രാത്രിയിൽ താഴ്വരയിൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്നു, യെരൂശലേമിന്റെ മതിലിടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവു വാതിൽക്കലേക്കും രാജാവിന്റെ കളത്തിങ്കലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകാൻ സ്ഥലം പോരായിരുന്നു. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികെ കൂടെ ചെന്ന് മതിൽ നോക്കി കണ്ടു. താഴ്വര വാതിൽ വഴിയായി മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയി എന്നും എന്ത് ചെയ്തുവെന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല. അന്ന് വരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ ഒന്നും അറിയിച്ചിരുന്നില്ല. ഇവനൊരു വലിയ ദർശനവുമായിട്ട് വന്നതാണ്. പക്ഷെ ആ ദർശനം ഉൾക്കൊള്ളത്തക്ക നിലയിലുള്ള ഒരു ആത്മീക പക്വതയിലേക്ക് പ്രഭുക്കന്മാരുൾപ്പെടെയുള്ള, അല്ലെങ്കിൽ പ്രമാണികളോടോ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുന്നു, പ്രമാണികളോട് അറിയിച്ചില്ല. ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം മനുഷ്യരോടോ ആരോടും പറഞ്ഞില്ല. പറയാതെ തന്നെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച് അവനത് പോയി കണ്ടു. അവൻ ആ രാത്രിയിൽ വന്ന രാത്രി തന്നെ പോയി ഇതെല്ലാം കണ്ടു. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു 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 കാഴ്ചപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട്, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ സ്ഥലമെല്ലാം അവൻ പോയി കണ്ടു, സ്പൈ ഔട്ട് ചെയ്തു, മനസ്സിലാക്കി, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ആവേശം കൊണ്ട് മാത്രം കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ ആവേശം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. ആവേശം കൊണ്ട് ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നവരുമുണ്ട്. അത് നമ്മൾ ദൈവം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവികമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കില്ലെന്ന് പറയുന്നില്ല, സിൻസിയറായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ദൈവം എപ്പോഴും ചോദിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പണ്ട് ഒരു സ്റ്റോറി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു അമേരിക്കയിലെ ഒരു ചേർച്ചിലെ ഒരു പാസ്റ്റർക്ക്
ഒരു ദർശനമുണ്ടായി. ഒരു സ്പെഷ്യൽ ഒരു ഐലൻഡിനെ കുറിച്ച്, ഒരു സ്പാനിഷ് ഐലൻഡ്, ആ ഐലൻഡിനെ കുറിച്ച് ഒരു ബേർഡൻ ഉണ്ടായി. ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദർശനമോ സ്വപ്നമോ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇത് സഭയിൽ പറഞ്ഞു. സഭയിൽ പറഞ്ഞപ്പോഴത്തേക്ക് സഭക്കാരെല്ലാം കൂടെ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മിഷൻ ഫണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. വലിയൊരു മിഷൻ ഫണ്ട് ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു ടീമായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പിള്ളേരെ എല്ലാം കൂട്ടി, ഒരു 10-30 പിള്ളേരും എല്ലാമായിട്ട് അവർ ഈ ഐലൻഡിൻ്റെ ഈ കൺട്രിയുടെ എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ക്യാപിറ്റലിൽ നിന്ന് വേറൊരു ബോട്ടിൽ വേണം ഈ ഐലൻഡിലേക്ക് പോകാൻ. അപ്പോൾ ഇവരൊരു ക്രൂസ് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഐലൻഡിലേക്ക് പോകുകയാണ്. അപ്പം 1 മാസം അവിടെ പോയി താമസിക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 മാസത്തേക്കുള്ള ഫുഡും അതിനുള്ള, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് മിനറൽ വാട്ടറും എല്ലാ സാധനങ്ങളും കൊണ്ട് പാർട്ടികൾ അവിടെ പോകുന്ന കൂട്ടത്തിൽ ഈ ക്രൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചോദിച്ചു, അല്ല നിങ്ങൾ നാളെ എപ്പോഴാ, ഇന്ന് തന്നെ മടങ്ങി വരുന്നോ അതോ നാളെ മടങ്ങി വരുന്നോ? പറഞ്ഞു, ഇല്ല ഞങ്ങളവിടെ താമസിക്കാൻ പോകാം. അവിടെ എന്തിനാ? അല്ല ഞങ്ങളവിടെ സുവിശേഷം അറിയിക്കാൻ പോകാം. സുവിശേഷം അറിയിക്കാനോ? അതെ, ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആരോട് സുവിശേഷം അറിയിക്കാൻ? എന്നോട് അവിടെ ഉള്ള ആളുകളോട്. അതിനോട് ആളുകളൊന്നും ഇല്ലല്ലോ. അതൊരു മനോഹരമായ ഒരു ഐലൻഡാണ്. ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വന്ന് എന്ത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഒരു നൈറ്റൊക്കെ അവിടെ താമസിച്ചിട്ട് അവർ മടങ്ങിപ്പോരുന്നുള്ളത്. അവിടെ അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ് അത്. ഇത് തിരക്കാതാണ് ഈ ബാക്കിയുള്ള സകല കാര്യങ്ങളും ഈ പാർട്ടികൾ ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്, അവിടെ ആരുമില്ല, താമസിക്കുന്നില്ല. നല്ല ഒരു മനോഹരമായ ഐലൻഡ് ആയതുകൊണ്ട് ടൂറിസ്റ്റുകളും മറ്റും എന്ത് ചെയ്യും, അവിടെ പോയി ഒരു രാത്രി കള്ളും കുടിച്ച് സന്തോഷമായിട്ടൊക്കെ അവരുടെ രീതിയിൽ ആഘോഷിച്ചിട്ട് മടങ്ങി വരുന്ന ഒരു ഐലൻഡാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇവിടെ നെഹമ്യാ വന്നിട്ട് അവന്റെ കാര്യങ്ങൾ ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നുള്ളതിനെ കുറിച്ച് അവൻ പോയി സ്പൈ ഔട്ട് ചെയ്യുക, അവനൊന്ന് മനസ്സിലാക്കുകയാണ്. ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, ആ ഒരു ബോധ്യം ഉണ്ടാകുകയാണ്. പല സമയത്തും നമുക്ക് ഒരു നാടിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാര്യത്തെ ഒരു രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ പല രാജ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൺ തിങ്, ഞാൻ ഈജിപ്തിനെ കുറിച്ച് ഒത്തിരി വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ ഒരു ദിവസം ഈജിപ്തിൽ പോയി അവിടെ ചെന്നിറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല, ഒരു മനുഷ്യനെ അറിയത്തില്ല. ആകെ അറിയാവുന്നത് ബേച്ചാൻ്റെ മരുമകനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ ഞാൻ അവിടെ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്ക് ബിജു അവിടെ നിന്ന് സൗദി അറേബ്യയ്ക്ക് പോയി. ചെല്ലുന്ന സമയത്ത് സംഹൗ ദെയർ വാസ് നോബഡി, ഒരാളുമില്ല. ഞാൻ നേരെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. അവിടെ ചെന്നിറങ്ങി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു, അവിടെ താമസിച്ചു, സുവിശേഷം അറിയിക്കാമെന്നൊക്കെ വെച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇത് പക്കാ കൈറോയിലെങ്ങും ഒരു മനുഷ്യനോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. ഞാനവിടെ ദൈവം ഒത്തിരി എന്നെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭീതിതമായ ഒരു സ്റ്റേജാണ്. ഞാൻ കുറച്ച് അറബിക് ന്യൂ ടെസ്റ്റമെന്റും ബുക്കുകളും ട്രാക്സും എല്ലാമായിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ഇത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ അകത്താ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഏതെങ്കിലും കടയിലൊക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് പരിചയമൊക്കെ ചിരിച്ചൊക്കെ കാണിച്ച് ഒരു ട്രാക്റ്റോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കും. വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെയൊക്കെ പോക്കറ്റിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ട്രാക്റ്റുകളൊക്കെ ഇടും. എങ്ങനെ ഒരു ഒളിവ് രാജ്യത്ത് ചെയ്യേണ്ടതുപോലെയാണ് ഞാനവിടെ താമസിച്ച സമയത്ത് ഞാൻ സുവിശേഷ പ്രവർത്തനം ചെയ്തെങ്കിൽ. സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് സംസാരിക്കുന്നത് അറബിക്കാണ് സംസാരിക്കുന്നത്, ബേസിക്കലി ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. സോ വാട്ട് ഐ വാസ് ഡൂയിങ് ഭയങ്കര ഒരു കുറ്റവാളിയെ പോലെയോ അല്ലെങ്കിൽ ഒളിച്ചു നടക്കുന്ന ആളെ പോലെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ. ചുമ്മാ വേണമെങ്കിൽ ജീവിക്കാം, എനിക്ക് ടൂറിസ്റ്റായിട്ട് വേണമെങ്കിൽ ഈജിപ്തിൽ പോയാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ശരിക്കും പേടിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ എന്താണ്, ആ സ്ഥലത്തെക്കുറിച്ചുള്ള വലിയ ഒരു ബേർഡൻ തരാനായിട്ട് അതിന് കഴിഞ്ഞു. മതി
എന്നും സമുദ്രം കോപിക്കിലും ഭയം ഇല്ലെനിക്കു അന്നു നിൻ കൈമതി നിൻ സന്നിധി മതി നിൻ സന്നിധി മതി എന്നും എന്നും രോഗത്താൽ ബാധിതനായിടിലും തൃക്കണ്ണന്മേൽ മതി നിൻ സന്നിധി